أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله تعالى، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا يحسبن الذين كفروا إنما نملي لهم ليزدادوا إثما ولهم عذاب مهين. صدق الله رسول النبي الكريم، وأنا على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. يا صاحب البغداد كل حاضري، يا مطلب الخاجات يا عبد القادري، يا قادري يا قادري يا قادري، يا شيخ محي الدين عبد القادر، يا سيد السادات جئتك قاصدا، أرجو حماك فلا تخيب مقصدي، قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي. يا ربي صل على النبي محمد منجى الخلائق من جهنم في غدي. അള്ളാഹു നമ്മളെ സദസ്സ് കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നമ്മൾ പറയുന്നതും ഇവിടെ കേൾക്കുന്നതും ഒക്കെ അങ്ങനെ സ്വാധീനങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റജബിലെത്തിയതുപോലെ നിന്റെ പരിശുദ്ധമായ ഷഅബാനിലേക്കും റമദാനിലേക്കും ഞങ്ങൾ എത്തിക്കണേ റഹ്മാനെ. അതിലൊരുപാട് ധാരാളം നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ്സിലാണ് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിധിയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് സംസാരിച്ചു. ആ വിധിയിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കുറച്ച് വിഷയങ്ങളും കൂടി പറഞ്ഞ് നമുക്ക് ഇത് നിർത്താം. അള്ളാഹുവിൻ്റെ ഖദർ വിശ്വസിക്കാത്തവന്റെ കാര്യം, അള്ളാഹു നമുക്ക് നേരത്തെ കാലത്തെ കണക്കാക്കിയ വിഷയങ്ങൾ എന്താണോ അതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാന്റെ ഭാഗമാണ്. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സംസാരിച്ചത്. അതിന്റെ തുടർക്കഥയൊന്നോളം അള്ളാഹുവിന്റെ ഖദർ വിശ്വസിക്കാത്തവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്തുകൊണ്ടാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് അള്ളാഹു നമുക്ക് കണക്കാക്കിയത് കൊണ്ട് വിശ്വസിക്കാതെ പോയാൽ അവൻ ഇസ്ലാമിൽ കെട്ടവനല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദറിൽ വിശ്വസിക്കാത്തവന്റെ ഈമാൻ പൂർണ്ണമല്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്ന ഹദീസിൽ കാണാം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ, ഉഹുദ് മലയോളം ഒരാൾ സ്വർണം ചെലവഴിച്ചാൽ
ഖദറിൽ വിശ്വസിക്കാത്ത ഇടത്തോളം കാലം അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനിയോളം സ്വർണ്ണം ഒരാൾ ദാനം ചെയ്തു, സ്വതക്ക ചെയ്തു, ഹദിയ ചെയ്തു. പക്ഷേ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ദാനം ചെയ്തതുകൊണ്ട് അവർക്ക് കാര്യമില്ല, അവർ പരിശുദ്ധ ദീനിന്റെ പുറത്ത് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദറിൽ വിശ്വാസമെന്ന് വന്നാൽ മൊത്തം നഷ്ടപ്പെടും. അള്ളാഹുവിന്റെ ഖദറിലേക്ക് വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ കൈവിൽ വിശ്വസിക്കുന്ന സംഗതിയെ കുറിച്ച് ഒരല്പമെങ്കിലും വിശ്വാസഭംഗം വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ക്യാൻസർ പിടിച്ച പോലെയാണ്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പടർന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയായിരിക്കും. ഇതുപോലെ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസപരമായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഭംഗം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം മൊത്തത്തിലായിരിക്കും ഈമാൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ടേബിളിന്റെ 4 കാലും ഒന്ന് ഇളകിയ ഉദാഹരണം പറയുന്നത്, ഒരു ടേബിളിന്റെ 4 കാലിൽ ഒരു കാലിൽ ഇളകി കഴിഞ്ഞാൽ അത് ടേബിളിനെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖദറിലേക്ക് ചെറുതായിട്ടെങ്കിലും വിശ്വാസഭംഗം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ശരീരത്തിൽ അത് മൊത്തം ബാധിക്കും. വിശ്വാസപരമായി അത് മൊത്തത്തിൽ ബാധിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയും ഒരാളുടെ ഖദറിലെ വിശ്വാസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നിങ്ങൾ പറയുന്നത് കാണാം. ഒരു ഖദറിലുള്ള അള്ളാഹുവിന്റെ കൈവിലുള്ള ഖദറിലുള്ള വിശ്വാസം ഒരാൾ ശരിയായി കഴിഞ്ഞാൽ, നന്നായി കഴിഞ്ഞാൽ അവന്റെ തൗഹീദ് ശരിയായി. തൗഹീദ് അള്ളാഹുവുമായി, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ ബന്ധപ്പെടുന്ന, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അവന്റെ ഏകാധിപത്യത്തെ അംഗീകരിക്കുന്ന, അവന്റെ ഏകാധിപത്യത്തെ വിശ്വസിക്കുന്ന ഒരു സംവിധാനമാണ് തൗഹീദ്. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ ഖദറിലേക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് അവന്റെ തൗഹീദ് ശരിയായി. ആ ഖദറിലുള്ള വിശ്വാസത്തിലേക്ക് ഭംഗം വന്നു കഴിഞ്ഞാലോ അത് തൗഹീദിൽ തന്നെ ഭംഗം വരുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാം. അപ്പൊ തൗഹീദിലേക്ക്, വിശ്വാസപരമായി അള്ളാഹുവിലേക്ക്, മുവഹ്ഹിദിലേക്ക്, അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനുള്ള വിശ്വാസം, മരണാനന്തര വിശ്വാസം, ഇത് മാറ്റിവെച്ച് ഈ ലോകത്തെ നോക്കിക്കണ്ടാൽ ഒന്നും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അള്ളാഹുവിനുള്ള വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്ന അവന്റെ പരിശുദ്ധ കലാമിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തിയ, നമ്മളെ പഠിപ്പിച്ച മരണാനന്തര ജീവിതം, ഇതിനൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ ഭൗതികമായ ലോകത്തേക്ക് നമ്മൾ ഇത് മാറ്റിവെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് പലപ്പോഴും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അവിടെ വിശ്വാസപരമായി പിന്നോട്ടടിക്കുന്ന ഈമാൻ തെറ്റാൻ ഇടയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിലേക്കുള്ള വിശ്വാസമാണ് ആദ്യം വേണ്ടത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവനിക്ക് വേണ്ട ഒരു ക്വാളിറ്റി, അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതിലുള്ള ക്വാളിറ്റി, അതെല്ലാം എൻ്റെ റബ്ബിൽ നിന്നുള്ള സമ്മാനമാണ്, എല്ലാം എൻ്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഒരു സംഗതിയാണ്, പരീക്ഷണമാണ് എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് മറ്റെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുക. അതുപോലെ മരണാനന്തര ജീവിതം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, മരണാനന്തര ജീവിതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മരിക്കലോടുകൂടിയാണ് ഒരാളുടെ ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെടലോടുകൂടി ജീവിതം കുറയുകയില്ല ചെയ്യുന്നത്, മറിച്ച് മരണപ്പെടലോടുകൂടി ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുകയാണ് ചെയ്യുന്നത് എന്ന്, ആരംഭം കുറിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് വിശ്വാസത്തിൽ വരലോടുകൂടി എല്ലാം നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ മാത്രം. അള്ളാഹുവിനുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതത്തിലേക്കുള്ള വിശ്വാസവും നമ്മിലേക്ക് സംവേദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനേയും ഏതിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനക്കരുത്ത്, എന്തിനേയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് അള്ളാഹു വിശ്വാസിക്ക് സമർപ്പിക്കുമെന്ന്, അവർക്ക് കൊടുക്കുമെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അപ്പൊ ആദ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടത്, അള്ളാഹു എനിക്ക് തീരുമാനിച്ച കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്.
അള്ളാഹു എനിക്ക് നേരത്തെ കാലത്തെ സംവിധാനിച്ച അല്ലെങ്കിൽ എനിക്ക് നേരത്തെ കാലത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസവും. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ, അള്ളാഹുവിന്റെ യഥാർത്ഥ ഉടമയായ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായി ഞാനും നിങ്ങളും മാറുന്നത്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തികളിലും അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ. അപ്പോ ഈ രണ്ട് കാര്യത്തെ കുറിച്ചും അള്ളാഹു കൂടുതൽ പരാമർശിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമിൽ ഇതിനെ കുറിച്ച് വല്ലാതെ പറയുന്നില്ല. പക്ഷേ റബ്ബിനറിയാം, ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അള്ളാഹുമായുള്ള വിശ്വാസത്തെ കുറിച്ചിട്ടും മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടുമാണ് അള്ളാഹു അവന്റെ പരിശുദ്ധ കലാമിൽ ലോകത്തുള്ള സർവ്വ മുഅ്മിനാത്തുകളെയും വിശ്വാസി സമൂഹത്തെയും ബന്ധപ്പെട്ട സർവ്വ ജനങ്ങളെയും അള്ളാഹു ഉണർത്തുന്നത്, പ്രതിപാദിക്കുന്നത് തന്നെ അള്ളാഹുവിനെ കൊണ്ടുള്ള തൗഹീദിന്റെ വിഷയം കൊണ്ടും മരണാനന്തര ജീവിതം കൊണ്ടുള്ള വിശ്വാസങ്ങളെ കൊണ്ടുമാണ്. അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ എപ്പോഴും നിരന്തരം ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റർ ആവശ്യമില്ല. മറ്റുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിന് പ്രത്യേകമായ സൂറത്തുണ്ടാകും, പ്രത്യേകമായ ഒരു ആയത്തുണ്ടാകും. പക്ഷേ അള്ളാഹിന്റെ ഖുർആൻ തുടങ്ങിയത് മുതൽ ഒടുങ്ങുന്നത് വരെ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിരന്തരം വിശ്വാസി സമൂഹത്തോടെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മാത്രം ഒരു പരാമർശമില്ലാതിരിക്കുന്നത്. പല ആളുകളും ചോദിക്കാറുണ്ട്, ലോകത്ത് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അതുപോലെ അള്ളാഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ലോകത്ത് എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു, പക്ഷേ തിരിച്ച് എല്ലാ നന്മകൾക്കും തിരിച്ച് അതിന്റെ പ്രതിഫലം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അള്ളാഹു നന്മയുള്ളവനാണ്. അള്ളാഹു താല പറയാണ്, ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാം, ചെയ്തതിന്റെ ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് പോലും പിന്നെ എന്തുകൊണ്ട് ചില വിഷയത്തിൽ കിട്ടുന്നില്ല എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിക്കാറുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസ ലാഞ്ചന വരുന്നത്, വിശ്വാസത്തിലേക്ക് അടിവരുന്നത് പലപ്പോഴും നമ്മൾ നിരന്തരം ദ്വാ ചെയ്യും. എഴുത്തുകാർക്ക് രാവിലെ ആയാലും മറ്റുള്ള വിഷയങ്ങളിലായാലും നിരന്തരം റബ്ബിനോട് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ചോദിച്ചത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പൊ സ്വാഭാവികമായി ഒരു മുഅ്മിനായ വലിയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽപ്പിങ്ങനെ ചിന്തിക്കും, അള്ളാഹുവല്ലേ വെറുതെ ചോദിച്ചോ, അള്ളയല്ലേ വെറുതെ തരുമെന്ന്. പക്ഷെ ഇതെത്ര കാലമായി ചോദിച്ചിട്ട് എല്ലാം കിട്ടുന്നില്ലല്ലോ എന്ന രീതിയിലേക്ക് ചിന്ത വന്ന് പോവാൻ പാടില്ല. ഖുർആനിലൂടെ പറയാം, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ ചെയ്യാൻ പാടില്ല. അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയാണ്, എന്റെ റഹ്മത്തിനെ തൊട്ട് എന്റെ കാരണത്തെ തൊട്ട് നിങ്ങൾ ആശ ചെയ്യാൻ പാടില്ല. അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, ഒരുപാട് കാലമല്ലോ നമ്മളിങ്ങനെ ചോദിക്കുന്നുണ്ട്, തിരിച്ചും വിഷമങ്ങൾ വരുമ്പോൾ എനിക്ക് മാത്രം എങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കതിരും അള്ളാഹു ഒക്കെ ഉണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നില്ലല്ലോ എന്ന ആവലാതി പറയുന്നിടത്താണ് അതിന് കാര്യമായി അള്ളാഹു മറുപടി പറയാം. അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹ് തന്നെ ഒരു മറുപടി പറയുന്നുണ്ട് ഖുർആനിൽ. അങ്ങനെ ചിന്തിച്ചു പോകുന്ന കൽബുള്ള മുഅ്മിനീങ്ങൾ വേദനിക്കുമ്പോ, അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഹൃദയങ്ങളുള്ള വിശ്വാസികൾ വേദനിക്കുമ്പോ അള്ളാഹ് തന്നെ അവരെ ഖുർആനിലൂടെ സമാധാനിപ്പിക്കുകയാണ്. എന്താ അള്ളാഹ് പറയുന്നത്? അല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹ് ഖുർആനിലൂടെ ഇങ്ങനെ പറയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്ത നന്മകൾക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിന് അനുസൃതമായ പ്രതിഫലം കിട്ടുന്നില്ലല്ലോ എന്ന് ആവലാതി പറയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹ് ഖുർആനിലൂടെ പറയാം, ഇന്നല്ലാഹ, വിഷമിക്കാൻ പാടില്ല, ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഹൃദയമുള്ള വിശ്വാസിയോട് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്ന സമാധാനിപ്പിക്കുന്ന വാക്കാണ് ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഞാൻ പാഴാക്കുകയില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ, വിഷമിക്കണ്ട, ആ സൽക്കർമ്മത്തെ ഞാൻ ഒരിക്കലും വെറുതെ ആക്കില്ല, പാഴാക്കില്ല. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ഗുണവാന്മാരുടെ നന്മകളെ ഞാൻ പാഴാക്കുകയില്ല. അതുപോലെ തിരിച്ചുകൊണ്ട് എത്രയോ ആളുകൾ കഷ്ടതകൾ അനുഭവിക്കുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കും, കാരുണ്യവാനായിട്ടുള്ള റബ്ബ് അള്ളാഹു ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ?
അള്ളാഹു കരുണയെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. അവന്റെ ഖദർ ഖദായിൽ വിശ്വസിക്കാൻ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു അവനെ കുറിച്ച് തന്നെ കാരുണ്യവാനാണ്, റഹീമാണ്, റഹ്മാനാണ്, തവ്വാബാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മളെ പരിചയപ്പെടുത്താണ്. എന്നിട്ട് എന്തേ ലോകത്ത് ഇങ്ങനെ കഷ്ടതകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മളിങ്ങനെ സ്വാഭാവികമായി ചോദിക്കും. അതിനും അള്ളാഹു മറുപടി പറയാം. ഇങ്ങനെ ഓരോ സംശയങ്ങൾക്കും പടച്ചോൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള അവനിങ്ങനെ ഈമാൻ ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി, അവരിങ്ങനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി അള്ളാഹു തആല ഓരോന്നിനും തക്കമായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നന്മ ചെയ്തവന്റെ കഥ പറഞ്ഞതുപോലെ, അവസ്ഥ പറഞ്ഞതുപോലെ വിഷമങ്ങൾ വരുന്നവൻ പരാതിപ്പെടുമ്പോഴും അവിടെയും അള്ളാഹു പറയാണ്, അള്ളാഹു പറയാണ്, വിഷമതകൾ വരുമ്പോ, കഷ്ടതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആപലാതി പറയല്ലേ, വേവലാതി പറയല്ലേ, ശിഖവ പറയല്ലേ, പരാതി പറയല്ലേ. അള്ളാഹു പറയാണ്, അള്ളാഹു പറയാണ്, അവരുടെ കഷ്ടപ്പാട് ഞാൻ കാണാതെ പോകുന്നില്ല, എന്നാൽ തീർച്ചയായും അവരുടെ എല്ലാ കഷ്ടശ്രമക്ക് ഞാൻ കൈവില്ലാതെ കണക്കില്ലാതെ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുമെന്ന് അള്ളാഹു പറയുന്നതാണ് ഖുർആനിലൂടെ. വിഷമതകൾ വരുമ്പോ, കഷ്ടതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ എനിക്കെന്തേ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം വിഷമങ്ങൾ വരുമ്പോൾ പറയണം, രോഗം വരുമ്പോൾ പറയണം, അൽഹംദുലില്ലാഹ്, ഈ രോഗം കാരണം കൊണ്ട് എന്റെ ഒരു പാപം അല്ലാഹുവേ നീ പൊറുത്തു തരണേ അല്ലാഹ്. ഈ രോഗം കാരണം, ഈ കഷ്ടത കാരണം, ഈ പ്രയാസം കാരണം എന്റെ പാപങ്ങൾ നീ പൊറുത്തു തരണേ. എല്ലാം മുഅ്മിനിന്റെ ഖൈറാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാം മുഅ്മിനിനെ സംബന്ധിച്ച് ഖൈറാണ്. വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് മുസീബത്ത് വന്നാൽ ഖൈറാണ്, നന്മ വന്നാൽ ഖൈറാണ്, തിന്മ വന്നാൽ ഖൈറാണ്, ശർറ് വന്നാലും അവനിക്ക് നല്ലതാണ്, ഖൈറ് വന്നാലും അവനിക്ക് നല്ലതാണ്. എന്തിനെ വന്നാലും നല്ല നന്മ വന്നു കഴിഞ്ഞാൽ, ഖൈറ് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലും കൂലിയാണ്. ശർറ് വന്നു കഴിയുമ്പോ നഊദു ബില്ലാഹ് അവിടെയും അൽഹംദുലില്ലാഹ് പടച്ചോനെ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്താലും അതിനും പുണ്യമുണ്ട്, അതിന് കൂലിയുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതന്നെയാണ് അല്ലാഹു തആല ഖുർആനിലൂടെയും പറഞ്ഞത്, ഇന്നമാ യുവഫസ് സ്വാബിറൂന ബിഗൈരി ഹിസാബ്. കഷ്ടതകൾ വരുമ്പോൾ വിഷമിക്കല്ലേ, പ്രയാസം വരുമ്പോൾ മനസ്സ് മുറിഞ്ഞു പോവല്ലേ. അല്ലാഹു പറയാ, ആ കഷ്ടപ്പാട് ഞാൻ കാണാതെ പോവുകയില്ല, എന്നാൽ തീർച്ചയായും അവർക്ക് ഞാൻ ക്ഷമിച്ചതിന് കണക്കില്ലാതെ പ്രതിഫലം നൽകും. സ്വബറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാത്തിനും ഒരു കണക്ക് അല്ലാഹു തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്, മറ്റെല്ലാത്തിനും അതിന്റെ കണക്കുകൾ അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ക്ഷമയെ സംബന്ധിച്ച് യാതൊരു കണക്കും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പേര് വെച്ചത് അയ്യൂബ് സ്വാബിർ. പ്രവാചകന്മാരെ കൂട്ടത്തിൽ വല്ലാതെ ക്ഷയിച്ചു പോയ, പൊരുത്തപ്പെട്ടു പോയ, ക്ഷമിച്ചു പോയ പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് സ്വാബിർ എന്ന പേര്. അതുകൊണ്ട് ആ ക്ഷമയെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത്, ഇന്നമാ യുവഫസ് സ്വാബിറൂന ബിഗൈരി ഹിസാബ്. മറ്റെല്ലാത്തിനെയും പോലെയല്ല, ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ, മറ്റേതെങ്കിലും രീതിയിൽ കഷ്ടത വരുമ്പോ നമ്മൾ ആവലാതി പറയണ്ട, ക്ഷമയോടുകൂടി പറയണം, റബ്ബേ നീ തന്നതാണ് ഈ പ്രയാസം, നീ തന്നതാണ് ഈ കഷ്ടത, നീ തന്നതാണ് ഈ വല്ലാത്ത ബുദ്ധിമുട്ട്, അതുകൊണ്ട് നീ എന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള കരുത്ത് കൽബിന് നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പ്രതിഫലമുള്ള കാര്യമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എങ്ങനെ പ്രതിഫലം? ഒരാൾക്കും വളക്കാനും കഴിയൂല, ഒരാൾക്കും വളർന്നെടുക്കാനും കഴിയൂല, അത്രയും നല്ല പ്രതിഫലമായിരിക്കും. ആ ഡോറൊന്ന് കൂട്ടോ, ആ ഡോറ് ഒച്ചപ്പാട് കൊണ്ടൊന്നും കിട്ടില്ല. ഡോറ് ഭയങ്കര ഒച്ചയാണ്.
അതുകൊണ്ട് അല്ലാഹു തആല പറയാണ്, അങ്ങനെ പ്രതിഫലം ലഭിക്കുമ്പോൾ അതിന് കണക്കറ്റതായ പ്രതിഫലമാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലമാണെന്ന് അല്ലാഹു തആല പറയാ. പിന്നെയോ അതുകൊണ്ടാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ലോകത്തിൽ ദാരിദ്ര്യം കൊണ്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലോകം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ മരണാനന്തര ജീവിതത്തിൽ വരുന്ന സന്ദർഭത്തിൽ അവർ ക്ഷമിച്ചതിന്റെ പ്രതിഫലം കൊണ്ട് കാണുന്ന സമയം റബ്ബിനോട് അവർ പറയും, ഈ ലോകത്ത് അല്ലാഹു തആല പുണ്യ തങ്ങൾ പറയാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഈ ലോകത്ത് ദാരിദ്ര്യം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളും ഈ ലോകത്ത് ദാരിദ്ര്യം അനുഭവിച്ചു പോയ മനുഷ്യന്മാര്, അതുപോലെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകള് നാളെ മരണാനന്തര സമയത്തിന് ശേഷം മരണാനന്തര ജീവിതത്തിന് വരുന്ന സന്ദർഭത്തിൽ അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവർക്ക് അല്ലാഹു ക്ഷമിച്ചതിന്റെ പ്രതിഫലം കൊടുക്കുന്ന സമയം, അത് കാണുന്ന സമയം ആ ക്ഷമിച്ച ആൾക്കാര് പറയും, റബ്ബിനോട് പറയും അത്രേ, അല്ലാഹുവേ ഞങ്ങളെ കുറച്ചുകൂടി നീ പരീക്ഷിക്കല്ലയോ, അല്ലാഹുവേ കുറച്ചുകൂടി ദുനിയാവിലിട്ട് ഞങ്ങൾ നീ നിനക്ക് പരീക്ഷിച്ചുകൂടെയോ എന്ന് അവർ പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ക്ഷമിച്ചാലുള്ള പ്രതിഫലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തെ ഉൾപ്പൊരുൾ മനസ്സിലാക്കിയിട്ടാണ് ഹബീബായ തങ്ങൾ അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം. ലോകത്ത് ദാരിദ്ര്യം കൊണ്ട് അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സാധുക്കളായ പാപങ്ങളായ അല്ലാഹുവിന്റെ അടിമകൾ നാളെ വരുമ്പോ അല്ലാഹു അവർക്ക് മേലിങ്ങനെ പ്രതിഫലം വെളിവാക്കപ്പെടുന്ന സമയം അവർ അല്ലാഹുവോട് പറയുമത്രേ, ഒന്നുകൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുമോ, ഒന്നുകൂടി ഞങ്ങളെ പരീക്ഷിക്കുമോ എന്ന് അവർ അല്ലാഹുവോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ തിരിച്ചുകൊണ്ട് ഈ പരീക്ഷണമൊന്നുമില്ലാതെ നമ്മളേക്ക് ദുനിയാവിൽ പരീക്ഷണമൊന്നുമില്ലാതെ പോകുന്ന വെച്ചാൽ മാത്രമേ ഭാഗ്യവാന്മാരാ. അല്ല, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവർ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് സ്വർഗം വെറുതെ കിട്ടൂലല്ലോ. ആ സ്വർഗത്തിന് നിദാനമാവാൻ ഒരു കാരണം വേണം. അതുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹുവിന്റെ പ്രതിഫലം കണ്ട് അല്ലാഹുവേ നാളെ ദുനിയാവിലേക്കൊന്ന് തിരിച്ചയച്ച് ഒന്നുകൂടി ഞങ്ങൾ പരീക്ഷിക്കുമോ എന്ന് പറയുമ്പോ അവിടെ ഒരു വിഭാഗം കൂടി കടന്നു വരും. അവർ ഒന്നും അനുഭവിക്കാത്തവരാണ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ നേരിടാത്തവരാണ്. അതിന് ത്രാണിയില്ല, അതിന് തന്റെ ഇടമില്ല. അല്ലാഹു അവരെ തെരഞ്ഞെടുക്കാത്തവരാണ് അവർ പറയും, പരീക്ഷണങ്ങളെ പോലും നേരിടാത്ത മുഅ്മിനായ മനുഷ്യന്മാരപ്പോ പറയും, പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടുവനെ. ഒരു പരീക്ഷണവും ദുനിയാവിൽ അനുഭവിക്കാത്ത മുഅ്മിനായ മനുഷ്യനെ കാണുമ്പോൾ പറയും, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെയും ഇങ്ങനെ പരീക്ഷിച്ചുകൂടായിരുന്നോ, ഞങ്ങൾക്കും ഇതുപോലെ വണ്ണമായ പ്രതിഫലം ലഭിക്കില്ലായിരുന്നു എന്ന് അവർ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാതെ കൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ സന്തോഷിക്കണം. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞതാണ് പരീക്ഷണം. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ അള്ളാഹുക്ക് ഇഷ്ടമുള്ള അടിമകൾക്ക് അടിയാറുകൾക്ക് പറഞ്ഞതാണ് പരീക്ഷണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് നേരെ തിരിച്ചു പറയുന്ന വിഭാഗം ഉണ്ടാകും. അതുകൊണ്ട് പരീക്ഷണം ഏത് വിധേയനായാലും, രോഗം ഉണ്ടായാലും മറ്റുള്ള കഷ്ടപ്പാട് ഉണ്ടായാലും ഞങ്ങളെ അള്ളാഹു പരീക്ഷിക്കുമ്പോ ഉമ്മമാരെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകം നശ്വരമാണ്, ഈ ലോകം നശ്വരമാണ്, ശ്വാസമല്ല. ഈ ലോകത്തും ഒരു തിരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ വിധിയിൽ നമ്മൾ ക്ഷമിക്കണേ. ക്ഷമിച്ചു കഴിഞ്ഞാൽ കണക്കില്ലാത്ത പ്രതിഫലം നാളെ ആഗ്രഹത്തിലെത്തുമ്പോ. അതുകൊണ്ടല്ല അക്രമികളായ ആൾക്കാരോട് അള്ളാഹുവിന്റെ സമീപനം നമ്മളിങ്ങനെ ചിന്തിക്കും, അള്ളാഹു വലിയ കാരുണ്യമുള്ളവനാണ്, നീതിമാനാണ്. അതും പരീക്ഷണം. എത്രയോ ആൾക്കാർ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് ഭൂതരാകുന്നുണ്ട്. പലപ്പോഴും അക്രമികളായ ആൾക്കാരെ കൊണ്ട് പാപങ്ങളായ മനുഷ്യന്മാരെ പരീക്ഷിക്കപ്പെടാറുണ്ട്. അക്രമികളായ ആൾക്കാരോട് അല്ലാഹു പറയാണ്, അക്രമികളായ ആൾക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല, അവർക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു പോവുകയില്ല എന്ന് പറയുമ്പോഴും അക്രമികളായ ആൾക്കാരോട് അല്ലാഹുവിന്റെ സമീപനം
ആക്രമിക്കപ്പെട്ടവരോട് അള്ളാഹുവിന്റെ സമീപനം എങ്ങനെയാ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എത്രയോ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും എനിക്കിങ്ങനെ റബ്ബ് കാരുണ്യവാനായ റബ്ബ്, നീതിമാനായ റബ്ബ് എന്തുകൊണ്ട് നീതി പാലിക്കുന്നില്ല എന്ന് ഒരു മുഅ്മിനായ ഖൽബിന്റെ മനസ്സ് വേദനിക്കുമ്പോ നമുക്കറിയില്ലേ, പലസ്തീനിലെ ഗസയിലെ പാപങ്ങൾ കഷ്ടപ്പെടുമ്പോ സുജൂദിൽ കടന്നു പോലും കണ്ണുനീര് വന്നു പോയവരുണ്ട് റബ്ബേ. സുജൂദിൽ കടന്നു പോലും കണ്ണിന് വെള്ളം വീണവരുണ്ട്. സാധുവായി പാവപ്പെട്ടവനെയും ഒരുപാട് ഉസ്താദുമാർ വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ കയറി ദുആ ചെയ്യുമ്പോൾ സുജൂദിൽ നിന്ന് കണ്ണുനീര് പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കാരണമെന്നറിയോ? ചെറിയ 2-3 വയസ്സുള്ള മക്കളാണ് കൊല്ലപ്പെടുന്നത്. ഇത് കണ്ടപ്പോൾ അല്ലാഹുവേ നിനക്ക് കണ്ണില്ലയോ എന്ന് ചോദിച്ചു പോകും. അല്ലാഹുവേ നിനക്ക് കാതില്ലയോ എന്ന് ചോദിച്ചു പോകും. അത് വിശ്വാസിയുടെ പരീക്ഷണമാണ്, അത് അല്ലാഹ് പരീക്ഷിക്കുന്നതാണ്. പക്ഷെ അല്ലാഹ് തന്നെ പറയാണ്, അങ്ങനെ വല്ലതും നേരിടേണ്ടി വരുമ്പോ നിങ്ങൾ അവിടെ ആലോചിക്കണം. അതിലും അല്ലാഹു മറുപടി പറയുന്നുണ്ട്, അതിലും റബ്ബ് മറുപടി പറയുന്നുണ്ട്. വലാ തഹ്സബന്നല്ലാഹു ഗാഫിലാ ولا تحسبن الله غافلا عما يعمل الظالمون. അക്രമിയായ മനുഷ്യന്റെ ആക്രമണങ്ങളെ സഹിക്കുന്ന മനുഷ്യനോട് എന്തേ അല്ലാഹു ഇങ്ങനെ പെരുമാറുന്നത്? അക്രമിയായ മനുഷ്യനോട് റബ്ബിന് കാരുണ്യമാണല്ലോ, ആക്രമിക്കപ്പെട്ടവനോട് ഒന്നുമില്ലല്ലോ, കണ്ണടച്ചിരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ വിധിയെ അലംഘനീയമായ വിധിയെ പുച്ഛിക്കാനുള്ള മനസ്സിൽ നമുക്ക് അവിടെ വരും. നമ്മുടെ മനസ്സ് അവിടെ മാറിപ്പോകുന്ന സമയത്താണ് അല്ലാഹ് പറഞ്ഞത്, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലാ വലാ തഹ്സബന്നല്ലാഹു ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾ അറിയോ അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ തൊട്ട് അല്ലാഹു അശ്രദ്ധനാണെന്ന് അവർ ഭാവിക്കുന്നുവോ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അമേരിക്കയിലുള്ള ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പ്രവിശ്യ എന്ത് പ്രവിശാലമായ പ്രവിശ്യയാണ്. കോടാനുകോടി പൈസകൾ ചെലവിട്ട് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്ത നാട് ഇന്ന് കത്തിച്ചാമ്പലായി കിടക്കുകയാണ്. അല്ലാഹു തആലയല്ലേ പറഞ്ഞത്, വലാ തഹ്സബന്നല്ലാഹു ഗാഫില അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹ് പറയാണ്, അവർ അല്ലാഹുവിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധവാനാണെന്ന് അവർ നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ, അല്ലാഹ് പറയാ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ. മനസ്സിലാക്കി അല്ലാഹ് പറയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. അല്ലാഹ് പറയാണ്, ആളുകൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? കണ്ണുകൾ തള്ളിപ്പോകും വരെ ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാ. കണ്ണുകൾ തള്ളിപ്പോകുന്നത് വരെ ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കും. കണ്ണുകൾ തള്ളിപ്പോകുന്നത് വരെ സമയം ഞാൻ അവർക്ക് നീട്ടിക്കൊടുക്കുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയാ. അതുകൊണ്ട് പറഞ്ഞത്, വലാ തഹ്സബന്നല്ലാഹു ഗാഫിലാ അമ്മാ യഅമലുൽ ളാലിമൂൻ. അല്ലാഹു തആല ഖുർആനിലൂടെ പറയാ, വലാ തഹ്സബന്നല്ലാഹു, അല്ലാഹു അശ്രദ്ധവാനല്ല, അമ്മാ യഅമലുൽ ളാലിമൂന, അക്രമികളായ ആൾക്കാരെ കൊണ്ട് അല്ലാഹു അശ്രദ്ധവാനല്ല. കാരണം ഇന്നമാ യുഅഖിറുഹും, അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ വിധിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന, അല്ലാഹുവിന്റെ നീതിയെ കുറിച്ച് ആശങ്കപ്പെടുന്ന വിശ്വാസിയോട് അല്ലാഹു പറയുകയാണ്, എന്തേ കാരണം? ഇന്നമാ യുഅഖിറുഹും, ഞാൻ അവർക്ക് നേരം വൈകി കൊടുക്കുന്നതാണ്. കണ്ണ് തള്ളിപ്പോകും വരെ ഞാൻ അവർക്ക് സമയം നീട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു പറയാ, കണ്ണ് തള്ളിപ്പോയി. അമേരിക്ക ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നാട്ടുകാരെ മുഴുവനും കണ്ണ് തള്ളിപ്പോയി. കാരണം കത്തിപ്പടരുകയാണ്. തീ അടക്കാൻ വേണ്ടി ഫയർഫോഴ്സുകൾ വന്ന് പാടുപെടുകയും എല്ലാ തന്ത്രങ്ങളെയും അല്ലാഹു തകിടം മറിച്ചു. കൊടുങ്കാറ്റിലൂടെ വീണ്ടും അല്ലാഹു തീ ആളിക്കത്തിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ അദാബ് നോക്കി നിങ്ങൾ.
പാവങ്ങളായ ഒരുപാട് മനുഷ്യന്മാരെ പ്രതിക്ക് കൊടുത്ത അക്രമികളായ മനുഷ്യന്മാർക്ക് അള്ളാഹ് വീണ്ടും വീണ്ടും അവസരം കൊടുത്ത് എവിടം വരെ പോകുമെന്നറിയാൻ അവസാനം പരിധി വിട്ടപ്പോ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ണു നിറഞ്ഞപ്പോ ഒരുപാട് ലോകത്തുള്ള വിശ്വാസി സമൂഹത്തിന്റെ കണ്ണു നിറഞ്ഞപ്പോ അള്ളയാണ് നീതിമാൻ, അള്ള നീതി പുലർത്തുകയാണ്. അതാണെന്ന് പറഞ്ഞത്. അവർക്ക് ഞാൻ അവസരം വിട്ടുകൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയോ? കണ്ണുകൾ തള്ളിപ്പോകും വിധത്തിലുള്ള അദാബിനെ അവർക്ക് ഞാൻ കൊടുത്തയക്കുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു പറയുന്ന കാണാം. സൂറത്ത് ആലി ഇംറാനിലൂടെ പറയുന്നത് കാണാം. വലാ യഹ്സബന്നല്ലദീന കഫറൂ ഇന്നമാ നുംലി ലഹും വലാ യഹ്സബന്നല്ലദീന കഫറൂ ഇന്നമാ നുംലി ലഹും ഖൈറൻ ലിഅൻഫുസിഹിം. സത്യനിഷേധികൾക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് നിങ്ങൾ കരുതണ്ട. സത്യനിഷേധികളായ മനുഷ്യന്മാർ ലോകത്ത് അക്രമം ചെയ്യുമ്പോൾ സാധുക്കളായ പാവങ്ങളായ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്നത് അവരോടുള്ള കരുണയാണ്, ഗുണകരമാണെന്ന് നിങ്ങൾ ഭാവിച്ചു പോവണ്ട. അള്ള പറയാണ്, അങ്ങനെ ധിക്കാരികളായ അഹങ്കാരികളായ ആൾക്കാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതുപോലെ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ജനതകൾ അല്ലാഹു അവർക്കും ഇതുപോലെ സമയം കൊടുത്തിട്ടുണ്ട്. അള്ള പറയാണ് ഖുർആനിലെ എല്ലാ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും അക്രമികളായ ആൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ വിധി അവർ നിഷേധിച്ചവരാണ്, അള്ളാഹുവിന്റെ ഖദറിനെ അവർ നിഷേധിച്ചവരാണ്, അള്ളാഹുവിന്റെ അദാബിനെ വെല്ലുവിളിച്ചവരാണ്, അവർ പുച്ഛിച്ചവരാണ്. പക്ഷേ എന്താണെന്നറിയോ? അള്ളാഹ് തന്റെ ഖുർആനിൽ പറയുകയാണ്, അവരെല്ലാവരെയും ഞാൻ പിടിച്ച് ശിക്ഷിച്ചിട്ടുണ്ട്. അവർ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിൽ അവരെല്ലാം വല്ലാതെ അദാബ് കൊടുത്ത് ശിക്ഷ കൊടുത്ത് അവരെല്ലാം ശിക്ഷിച്ചിട്ടുണ്ട് എന്നല്ല പറയാണ്. അതുകൊണ്ട് തന്നെ അള്ള വീണ്ടും പറയാണ്, അവരെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്, ചെയ്യുന്ന പാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. കൂടുന്തോറും അല്ലാഹുവിന്റെ ദോഷം അങ്ങനെ കൂടിക്കൂടി വരും. ചെയ്യുന്ന പാപങ്ങൾ കൂടുന്തോറും അല്ലാഹുവിന്റെ അദാബ് പരീക്ഷണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് ലോകത്തുള്ള പാപങ്ങളോട് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്വന്തം നഫ്സിനോടും അങ്ങനെ തന്നെയാണ്. സ്വശരീരത്തോട് തെറ്റ് ചെയ്യുന്ന ഒരാണാവട്ടെ പെണ്ണാവട്ടെ, ആ തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു വീണ്ടും വീണ്ടും മാക്കത്ത് കൊടുക്കും. അതങ്ങനെ ചെയ്ത് അവസാനം ഒരു പിടിയങ്ങോട്ട് പിടിക്കാനുണ്ട്. അത് വല്ലാതെ പിടുത്തമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അത് തന്നെയല്ലേ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നമാ നുംലി ലഹും യസ്ദാദു ഇസ്മ ഇന്നമാ നുംലി ലഹും യസ്ദാദു ഇസ്മ വലഹും അദാബുൻ മുഈൻ. അവരുടെ പാപം അവർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർ പോലും സഹിക്കാൻ പറ്റാത്ത അദാബ്, വളരെ നിഷ്കൃഷ്ടമായ വളരെ മോശമായ രീതിയിൽ അവർക്ക് നാം ശിക്ഷ ഇടപെടുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഏതറ്റം വരെ പോകുമെന്നറിയാൻ വേണ്ടിയാണ്. അക്രമികളായ മനുഷ്യന്മാരോട് അല്ലാഹ് കണ്ണടക്കുന്നതല്ല, മറിച്ച് ആ അക്രമത്തിന്റെ അയച്ചാട്ടം അവൻ ഏത് ഇടം വരെ പോകുമെന്നറിയാൻ വേണ്ടിയാണ്. അക്രമിയായ മനുഷ്യൻ ഏതറ്റം വരെ പോകുമെന്നറിയാൻ വേണ്ടിയാണ്. സാധാരണ നമ്മൾ പറയാറില്ല, ഒരു നായ ഉദാഹരണം പറയാണ്, പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞു തന്നു പഠിപ്പിക്കുകയാണ്. ഒരു നായ, ആ നായയുടെ കഴുത്തിൽ ചങ്ങലയുണ്ട്. 1 മീറ്ററോളം നീളമുള്ള, അല്ലെങ്കിൽ ഏകദേശം വലിയ നീളമുള്ള ചങ്ങലയാണ്. യജമാനന്റെ കയ്യിലാണ് ചങ്ങല കിടക്കുന്നത്. പക്ഷേ നായ അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ വിചാരം ഞാൻ സ്വതന്ത്രനാണ്. അങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഹെഡെത്തി കഴിഞ്ഞാൽ യജമാനന്റെ കയ്യിൽ കിടക്കുന്ന ചങ്ങല അതിന്റെ കഴുത്തിൽ എപ്രകാരം കുടുങ്ങുന്നവോ അതുപോലെയാണ് ധിക്കാരിയായ മനുഷ്യനെയും അല്ലാഹു പറഞ്ഞു വിടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി
ഈ നായന്റെ കഥ പറഞ്ഞ പോലെയാണ്. ധിക്കാരിയ മനുഷ്യൻ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പാഞ്ഞു പോയ ചില നായ്ക്കളാണ് മുമ്പുള്ളത്. ഫിറഔൻ അതിൽപ്പെട്ടതാണ്, ഹാമാൻ അതിൽപ്പെട്ടതാണ്, ഉത്ബത്ത് അതിൽപ്പെട്ടതാണ്, ശൈബത്ത് അതിൽപ്പെട്ടതാണ്, അബൂജഹലും അബൂലഹബും അതിൽപ്പെട്ടതാണ്. ഇതുപോലെ ലോകത്ത് ഇപ്പോഴും ഒരുപാട് ധിക്കാരികളുണ്ട്. ഈ നായയുടെ കഥ പറഞ്ഞതുപോലെ ആ കഴുത്തിലെ ചങ്ങല റബ്ബ് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അങ്ങോട്ട് പിടിച്ചു വിരിക്കും. ഇതുപോലെയാണ്. അതുകൊണ്ട് ആ മഹാന്മാരെ ഉദാഹരണം പറയാൻ കാരണം, പിന്നെ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അള്ളാഹു തടയാത്തത്? അക്രമങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹു തടയാത്തത്? വിഷമതകൾ വരുമ്പോൾ സാധുക്കളായ പാപങ്ങളായ മനുഷ്യന്മാർ വേദനിക്കുമ്പോൾ അള്ളാഹു എന്തുകൊണ്ട് തടയുന്നില്ല? പക്ഷേ അവർ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു തടയാത്തതിന് കാരണമുണ്ട്. പരീക്ഷിക്കാൻ വേണ്ടിയാണ് ദുനിയാവ് സൃഷ്ടിച്ചത്. എത്രത്തോളം ഈ അടിമ, ഈ ഉമ്മ, ഈ സഹോദരി, ഈ പാവപ്പെട്ടവൻ, എൻ്റെ ഈ സാധുവായ അടിമ എത്രത്തോളം ക്ഷമിക്കുമെന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് അള്ളാഹു തആല വീണ്ടും പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിൽ വീണ്ടും പറഞ്ഞില്ലേ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് അങ്ങനെയാണ്. പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു തടയാതിരിക്കുന്നത്. പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് റബ്ബ് തടയാതെ വെക്കുന്നത്. പരീക്ഷിക്കാൻ വേണ്ടി മാത്രം. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അള്ളാഹു ഖുർആനിലൂടെ പറയാ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന്, ആരാണ് നല്ലവണ്ണം ക്ഷമയോടുകൂടി അതിനെ പരീക്ഷയെ വിജയിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് അള്ളാഹു ദുനിയാവ് സൃഷ്ടിച്ചത്. ഞാൻ ഈ ദുനിയാവിനെ സംവിധാനിച്ചത്, ഞാൻ ഈ ദുനിയാവിനെ പാകപ്പെടുത്തിയത് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ അടിമകളെ, എൻ്റെ യഥാർത്ഥ വിശ്വാസികളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ദുനിയാവിനെ സംവിധാനിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് പ്രയാസം വരുമ്പോ അള്ളാഹുവിന്റെ വിധിയെയാണ് നാം ഓർക്കേണ്ടത്. വിധിയെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഖദറിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹു ദുനിയാവിന് വേണ്ടി സൃഷ്ടിച്ചത്, അള്ളാഹു ദുനിയാവിലെ പരീക്ഷണങ്ങളെ സൃഷ്ടിച്ചത് മുഅ്മിനീങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എല്ലാത്തിനും റബ്ബിന്റെ ഒരു കരുതലുണ്ട്, റബ്ബിന്റെ ഒരു തീരുമാനമുണ്ട്. ഉദാഹരണം പറയട്ടെ, ഒരു കുട്ടി പരീക്ഷ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തേ കാരണം അറിയോ? ഒരു കുട്ടി പരീക്ഷ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടി കോപ്പി അടിക്കുന്നത് ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും മിണ്ടാതിരിക്കും. ആ സമയത്ത് തന്നെ കയ്യോടെ പിടിച്ചതിനെ തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരീക്ഷ എന്ന് പറയില്ല, പരീക്ഷണം എന്ന് പറയില്ല. പിന്നീട് സമയം സന്ദ്രവും വരുകയാണ് ആ കുട്ടിയെ തിരുത്തുക, അവന് വേണ്ട ശിക്ഷ നടപ്പാക്കുക. ഇതുപോലെ ദുനിയാവിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. അല്ലാഹു ദുനിയാവിൽ ഓരോ മുസീബത്ത് തരുകയും തടയാതിരിക്കുന്നത് നമ്മളെ ക്ഷമയെ പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ആ സന്ദർഭത്തിൽ അല്ലാഹു ഒന്നും ചെയ്യാറില്ല എന്നതുപോലെ ദുനിയാവിൽ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണം അങ്ങ് കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും അവനനുസരിച്ച് അവനക്ക് പ്രതിഫലം നൽകുന്ന സമയമുണ്ട്. യൗമൽ ജസാ മാലിക് യൗമിദ്ദീൻ. എപ്പോഴും ഫാത്തിഹ നമ്മൾ പറയാറില്ലേ, മാലിക് യൗമിദ്ദീൻ. പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലേക്കാണ് നമ്മൾ കയറി ചെല്ലുക. ആ സമയത്താണ് അള്ളാഹു എല്ലാത്തിനും മറുപടി തരുക. ചെയ്ത നന്മയുടെ പ്രതിഫലം അവിടെയാണ് ഉണ്ടാവുക. ക്ഷമിച്ചതിന്റെ കണക്ക് നേരത്തെ പറഞ്ഞതുപോലെ കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞില്ലേ, ആ പ്രതിഫലവും അവിടെയാണ് കാണുക. അത് കാണുമ്പോഴാണ് പരീക്ഷണം ചെയ്ത് കേൾക്കേണ്ടവർ പറയുക, എന്തിനാണ് പരീക്ഷണം നിർത്തിയത്? ഞങ്ങൾ വീണ്ടും പരീക്ഷിച്ചുകൂടായിരുന്നോ? പരീക്ഷണം ഏൽക്കാത്തവർ അപ്പയാണ് പറയുക, ഞങ്ങളെയും കൂടി പരീക്ഷിച്ചുകൂടായിരുന്നോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. ഇനി നേരെ തിരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു എങ്ങാനും ചെയ്ത പാപങ്ങൾക്ക് ഉടനടി അള്ളാഹു പരീക്ഷിക്കുകയാണെങ്കിൽ, ശിക്ഷ തരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഉടനെ അള്ളാഹു സ്വീകരിക്കുക, ശിക്ഷ സംഭവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതും അള്ളാഹു വിശദീകരിച്ച്, അതും അള്ളാഹു പറഞ്ഞു തരികയാണ്. ചെയ്ത പാപത്തിന്റെ പരിണതഫലമായി റബ്ബ് തആല പെട്ടെന്ന് ശിക്ഷ തരുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സൂറത്തിന്റെ ഹലിൽ കാണാം, വലയ്യാഹില്ലാഹു നാസു ബിദുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബത്തിൻ വലയ്യാഹില്ലാഹു നാസു ബിദുൽമിഹിം
മാ തറക അലൈനാ മിൻ ദാബ്ബ. അല്ലാഹു പറയാണ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന അക്രമത്തിനെല്ലാം പെട്ടെന്ന് ശിക്ഷിക്കുകമായിരുന്നെങ്കിൽ ഭൂമുഖത്ത് യാതൊന്നും തന്നെ അവശേഷിക്കുമായിരുന്നില്ല. അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന എല്ലാ കോപ്രായങ്ങൾക്കും എല്ലാ വേണ്ടാത്തരങ്ങൾക്കും അല്ലാഹു ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ലോകത്ത് ഒന്നും തന്നെ ബാക്കിയാവുകയില്ല എന്ന് അന്ന് തന്നെ ഖുർആനിൽ പറയുകയാണ്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, വലാകിൻ യുഅഖിറുകും ഇലാ അജലിൻ മുസമ്മ. എങ്കിലും എല്ലാത്തിനും ഒരു സമയത്തിന്റെ കണക്കുണ്ട്, ആ സമയത്തിലേക്ക് ഞാൻ നീട്ടിവെച്ചതാണ് എന്ന് അല്ലാഹു പറയുന്നത്. അല്ലാഹു തആല പറയാണ്, ശിക്ഷിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ശിക്ഷ മാറാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയുമോ, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഉമ്മത്തിൽ ഒരുപാട് കുരങ്ങന്മാരെ കാണുമായിരുന്നു, ഈ ഉമ്മത്തിൽ ഒരുപാട് പന്നികളെ കാണുമായിരുന്നു, ഈ ഉമ്മത്തിൽ ഒരുപാട് കോലം നിറഞ്ഞ മനുഷ്യന്മാരെ കാണുമായിരുന്നു. എന്തേ കാണാത്തത്? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, കണ്ണീരണിഞ്ഞുകൊണ്ട് കൽബും പൊട്ടിക്കൊണ്ട് സക്കറാത്തിന്റെ വേളയിൽ, മൗത്തിന്റെ വേളയിൽ ദുആ ചെയ്തു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കോലം മാറാതെ ഇവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ എന്തെല്ലാം കാണുമായിരുന്നു. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ച നമസ്കാരം, ജുമുഅ നമസ്കാരം യൗമുസ് സബ്ത് ശനിയാഴ്ചയായിരുന്നു. നമുക്കത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മില്ലത്ത് വന്നപ്പോൾ, ആ മില്ലത്തിലേക്ക് ജൂതന്മാരോട് എതിരാകാൻ വേണ്ടി, ക്രൈസ്തവന്മാരോട് എതിരാകാൻ വേണ്ടി ആ ശനിയാഴ്ച മാറി വെള്ളിയാഴ്ച ജുമുഅ കൊണ്ടുവന്നു ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തആല അങ്ങനെ മാറ്റി കൊടുത്തു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശനിയാഴ്ച ദിവസം ജുമുഅക്ക് പോവാതെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആൾക്കാരെ കൗമ് മീൻ പിടിക്കാൻ പോയ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വട്ടം, രണ്ട് വട്ടം, മൂന്ന് വട്ടം ഇങ്ങനെ പറഞ്ഞു നോക്കി, പറഞ്ഞു മാറാതെ വന്നപ്പോഴാണ് അള്ളാന്റെ വിധി വന്നത്, അള്ളാന്റെ പരീക്ഷണം വന്നത്. ആ പരീക്ഷണം ഈ ഉമ്മത്തിന് പണ്ടേ വരുമായിരുന്നു വരാത്തത്. കരളിന്റെ കരളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീരടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മുത്തുനബിയെ സ്നേഹിക്കാനുള്ള കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നൽകണേ യാ റഹ്മാനേ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൗമ് വെള്ളിയാഴ്ച ജുമുഅക്ക് പോവാതെ മീൻ പിടിക്കാൻ നിരന്തരം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അവർക്ക് വേണ്ടത് നീ തന്നെ അങ്ങ് തയ്യാറാക്കി കുറപ്പേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, അവരെല്ലാവരും നികിഷ്ടരായ കൊരങ്ങന്മാരായി മാറി. ഖുർആന്റെ ആയത്താണ്. അല്ലാഹു പറഞ്ഞു, ഖൂലൂ ഖിറദതൻ ഖാസീൻ, നിങ്ങളെല്ലാവരും നിസ്സാരന്മാരായ ജീവികളിൽ നികിഷ്ടരായ കൊരങ്ങന്മാരായി നിങ്ങൾ മാറിക്കോ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൊരങ്ങന്മാരായി. ശനിയാഴ്ച ജുമുഅക്ക് പോവാത്ത സകല മനുഷ്യന്മാരും കൊരങ്ങന്മാരായി മാറി. ഈ ആയത്ത് കണ്ടപ്പോഴാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിനെ നീ പരീക്ഷിക്കല്ലേ, കോലം മാറ്റി മരിക്കല്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ ഇന്നത്തെ കാലത്ത് എത്രയോ പേരുണ്ട് വെള്ളിയാഴ്ചയെ പരിഗണിക്കാത്തവർ, നമസ്കരിക്കാത്തവർ. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ, കാരുണ്യത്തിന്റെ മുത്ത് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് കോലം മത്സരങ്ങൾ നമുക്ക് ഇവിടെ കാണേണ്ടി വരുമായിരുന്നു. അതല്ലേ അള്ളാഹുവിന്റെ പരീക്ഷണം. അതുകൊണ്ടല്ല അള്ളാഹ് പറഞ്ഞത്, ഭൂമിലോകത്ത് ഒന്നും തന്നെ അവശേഷിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലേക്കും അത് മാറി മറിയുമായിരുന്നു. അള്ളാന്റെ അദാബ് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതല്ലേ നമ്മൾ കണ്ടത്. അമേരിക്കയിലായാലും മറ്റുള്ള രാജ്യങ്ങളിലായാലും ജപ്പാനിലെ ഭൂമി കുലുക്കമായാലും നമ്മുടെ നാട്ടിലെ ഇന്തോനേഷ്യയിൽ തുടങ്ങിയ സുനാമി ആയാലും മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള പ്രളയം, തൂഫാനായാലും ഒക്കെ അള്ളാന്റെ അദാബാണ്. അതല്ലേ പറഞ്ഞത്, തൂഫാൻ ഇറങ്ങിയപ്പോ, പരീക്ഷണമായി തൂഫാൻ വന്നപ്പോ
മഹാനായ നൂഹ് അലൈഹിസ്സലാം മകനോട് പറഞ്ഞില്ല, കനാനിനോട് പറഞ്ഞില്ലേ, മോനെ വാഹനത്തിൽ കയറി, കപ്പലിലോട്ട് കയറി മോനെ, ഇത് അള്ളാന്റെ പരീക്ഷണമാണ് മോനെ, അള്ളാന്റെ ശിക്ഷയാണ് മോനെ എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞില്ല, ഞാൻ കേറൂല, എങ്കിലും ആ കാണുന്ന പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് ആ മകൻ അഹങ്കാരത്തോടുകൂടി പറഞ്ഞപ്പോ കനാനിനെ അള്ളാഹു വെള്ളത്തിൽ മുക്കിക്കൊന്നു. അള്ളാന്റെ പ്രവാചകന്റെ മകനാണ്, പക്ഷേ അത് ഹിദായത്ത് കൊടുത്തില്ല. ഹിദായത്ത് തറവാട് മഹിമ കൊണ്ടല്ല ആ ഹിദായത്ത് അല്ല കൊടുക്കുന്നത്. അള്ളയാണ് ഹിദായത്ത് കൊടുക്കേണ്ടത്. ആരെയാണ് ഉയർത്തേണ്ടത്, ആരെയാണ് താഴ്ത്തേണ്ടത് എന്ന് അള്ളയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുക, ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹ് പറയുകയാണ്, ഇന്നമാ യുവഫുസ് സ്വാബിറൂന ബിഗൈരി ഹിസാബ്. ക്ഷമയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ക്ഷമക്കുള്ള പ്രതിഫലം കണക്കില്ലാതെ പ്രതിഫലമായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുന്നതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. ലോകത്തെ ഏകദേശം നമുക്കറിയാം എല്ലാത്തിലും പരീക്ഷണമാണ്. പാവങ്ങളായ മനുഷ്യന്മാര്, ധിക്കാരികളായ മനുഷ്യന്മാര്, എല്ലാത്തിലും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതിൽ നേരത്തെ പറഞ്ഞത് ഖുർആനിലൂടെ ഈ ദുനിയാവ് പരീക്ഷണത്തിന്റെ ആലയാണ്. മുഅ്മിനീങ്ങൾക്ക് അദ്ദുന്യാ സുജ്നുൽ മുഅ്മിനീന വജന്നത്തുൽ കാഫിരീൻ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, അദ്ദുന്യാ സുജ്നുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് ജയിലറയാണ്, ജയിലറയാണ്. സുഖമുണ്ടാവൂല. ഒരു കടല പിടിച്ച് ജയിൽ പുള്ളിയായി കൊണ്ടുപോയി കഴിഞ്ഞാൽ AC-യുടെ റൂമല്ല, മറിച്ച് അവർ കൊടുക്കുന്ന ചുരുങ്ങിയ ഇടുക്കത്തരമുള്ള റൂമായിരിക്കും. അതിൽ ഭക്ഷണമോ അവനിക്ക് തൃപ്തിയില്ലാത്ത രീതിയിലായിരിക്കും. ഇതുപോലെയാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചുള്ള ദുനിയാവ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദുന്യാ സുജ്നുൽ മുഅ്മിനീന വജന്നത്തുൽ കാഫിരീൻ. കാഫിരീകൾക്ക് സ്വർഗ്ഗഭൂമിയാണ്. നമ്മൾ ചിന്തിക്കുന്നു, തിരുവാർപ്പാല മുഅ്മിനീങ്ങൾ സുഖിക്കുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ലാത്ത സുഖം ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ സുലൈമാൻ നബി. അത് പരീക്ഷണമാണ്. നല്ലതായാലും കടക്കായാലും പരീക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ലതായാലും കടക്കായാലും ആ പരീക്ഷണങ്ങളെ എങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യൻ നേരിടുന്നത്, അതിനെങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്ന് നോക്കാനാണ് അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്. അപ്പോ ലോകത്തെ നമുക്കറിയാം, ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന എത്ര പാപങ്ങളാണ്. ദാരിദ്ര്യം കണ്ട് വിഷമിക്കുന്നവർ. നമ്മൾ ചിന്തിക്കും, അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു ഔദാര്യവാനല്ലേ, അള്ളാഹു റാസിഖല്ലേ, റസാഖല്ലേ, വദൂദല്ലേ, മജീദല്ലേ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെയോ, ലോകത്തെ ഏകദേശം ഒരു ദിവസം ഭക്ഷിക്കാൻ വേണ്ടി 3000 കിലോഗ്രാം കലോറിയാണ് അള്ളാഹു സംവിധാനിച്ചത്. ഒരു മനുഷ്യന് വേണ്ടി 3000 കലോറി, അതിനെ അളവെടുക്കാൻ പറ്റൂല. അത്രയും വലിയ കലോറിയാണ് മനുഷ്യനെ റബ്ബ് തആല സംവിധാനിച്ചത്. എന്നിട്ടും എന്ത് നമ്മുടെ നാട്ടിൽ ലോകത്ത് ദാരിദ്ര്യം എന്ന് ചോദിക്കുമ്പോ മറുപടി, അവിടെയും ധിക്കാരികളുണ്ട്, അവിടെയും അഹങ്കാരികളുണ്ട്, അവിടെയും സ്വാർത്ഥലാഭത്തിന് വേണ്ടി ജനങ്ങളെ കൊല്ലാകൊല ചെയ്യുന്നവരുണ്ട്. അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ചില ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൈയടക്കി വെച്ചതിന്റെ കാരണം കൊണ്ടാണ് ലോകത്ത് മറ്റു പലരും ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്ന് സാമൂഹികമായ കണക്കാണ്, ഇന്നത്തെ കണക്കാണ്. എന്തേ കാരണം? അതും ഒരു പരീക്ഷണമാണ്. അവരെയും നാളെ അല്ലാഹു പിടിക്കപ്പെടും. ഹുസ്നി മുബാറക്കിനെ പിടിച്ച് താഴോട്ട് ഒന്നുമല്ലാതാക്കിയതുപോലെ നാളെ അവരെയും അല്ലാഹു പിടിക്കപ്പെടും. അതും അല്ലാഹുവിന്റെ കണക്കാണ്. അതുപോലെ സമ്പത്ത്, ലോകത്ത് 50% സമ്പത്തും 8 കോടീശന്മാരുടെ കയ്യിലാണ്. കണക്കാണ് പറയുന്നത്. ആധുനിക സർവേയാണ് പറയുന്നത്, സാധുക്കളായ 50% സമ്പത്തും 8 കോടീശ്വരന്മാരുടെ കയ്യിലേക്കാണ് പോയിരിക്കുന്നത്. അതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. കാരണം കൈയടക്കി വെച്ചിരിക്കുന്നതാണ്. ആ സ്വത്ത് ഒരുപാട് നേരാവണ്ണം വീതിച്ചിരുന്നെങ്കിൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദ്നാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ യമൻ ഭാഗത്തേക്ക് കൊണ്ട് പറഞ്ഞേക്കുമ്പോ മഹാനായ ഹുദൈഫത്ത് ബിൻ
ജമാഅത്തുകളെ യമൻ ഭാഗത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ യമൻ ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് പാവങ്ങളാണ്, പട്ടിണി പാവങ്ങളാണ്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല തങ്ങൾ മദീനയിലെ ഗവർണറായിരിക്കുമ്പോ, അമീറായിരിക്കുമ്പോ തന്റെ ഭാഗത്തിലെ വിഹിതത്തിൽ അവരെയും കൂടി പരിഗണിച്ച് സക്കാത്തിന്റെ വിഹിതം സക്കാത്ത് കൊടുക്കാൻ മുതലാളിമാർ തയ്യാറാകുന്നില്ല. പണമുള്ളവൻ സക്കാത്ത് കൊടുക്കാതെ ഇങ്ങനെ പൂഴ്ത്തിവെക്കും. അവസാനം മാഗ്രിബ് സമാന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പൈസക്കാരാകും. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് റബ്ബ് കൊടുക്കും. അള്ളയാണ് കൊടുക്കുക. നേതാക്കന്മാരല്ല, മുതലാളിമാരല്ല, ഭൂമാഫിയകളല്ല, അള്ളയാണ് കൊടുക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ദാരിദ്ര്യമില്ലാത്ത ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ലോകം അവസാനിക്കാൻ പോകുന്ന സമയത്ത് പാവപ്പെട്ടവൻ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ആ സമയത്ത് സക്കാത്തിന്റെ മാലുമായി ഇത് എന്റെ സക്കാത്താണ്, നിനക്ക് വേണോ എന്ന് ചോദിച്ചവൻ നടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ് പറഞ്ഞത്. അതും ഒരു പരീക്ഷണമാണ്. സമ്പത്ത് എന്നത് പരീക്ഷണമാണ്, പൈസ എന്നത് പരീക്ഷണമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ട് ലോകത്ത് ഒരുപാട് പാപങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണത്തിന്റെ ഒരു മറുഭാഗമായി പരീക്ഷിക്കപ്പെടാൻ അല്ലാഹു നീക്കി വെച്ച ഒരു വിഭാഗമുണ്ട്. അവർ ധിക്കാരികളാണ്, അഹങ്കാരികളാണ്. അവരെയും അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. ഇവൻ അഹങ്കാരത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകും, ഈ ധിക്കാരപരമായി എത്രത്തോളം ഇവൻ ജീവിതത്തിൽ കൊണ്ടുപോകുമെന്നറിയാൻ വേണ്ടി അതും അല്ലാഹ് പരീക്ഷണമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. സൂറത്ത് ആലി ഇംറാനിൽ കാണാം, സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹ് തന്നെ പറയുന്നത് കാണാം, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ചില പരീക്ഷണങ്ങൾ നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ്. ظهر الفساد في البر والبحر بما كسبت أيدي الناس. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞായിരുന്നു. നമ്മുടെ കരങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. ഒരു പരിധി വരെ അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളുടെ ഫലമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് പറഞ്ഞത്, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കരങ്ങൾ കൊണ്ടല്ല, എല്ലാ പ്രശ്നങ്ങളും റബ്ബിന്റെ പരീക്ഷണമാണ്, സ്വമേധയാ ഉള്ള പരീക്ഷണമാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയൂല. അതിന് അല്ലാഹ് പറയാണ് സൂറത്ത് ആലി ഇംറാനിൽ എന്താ അല്ലാഹ് പറഞ്ഞത്? 164-ാമത്തെ ആയത്തിൽ അല്ലാഹ് തന്നെ നമ്മൾ പറയുകയാണ്, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം. നബിയെ അവരോട് പറയുക, ഇത് നിങ്ങളാൽ വന്ന പ്രശ്നമാണ്. ഈ ആയത്തിറങ്ങാൻ കാരണം ഉഹുദ് യുദ്ധത്തിന്റെ വേളയിലാണ്. ഉഹുദ് യുദ്ധം പരാജയപ്പെട്ടു പോയി, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു പോയി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയി. ഉഹുദ് യുദ്ധവേളയിലാണ് റസൂലുള്ളാഹിന്റെ മുമ്പല്ല് പൊട്ടിപ്പോയത്. എന്തേ കാരണം? നബിതങ്ങൾ പറഞ്ഞു, ആ മലയുടെ പിൻഭാഗത്തോടു കൂടി ശത്രുക്കൾ വരും. അതുകൊണ്ട് മലയുടെ മുകളിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, ഇറങ്ങാൻ പാടില്ല, എന്ത് വേണ്ടി വന്നാലും വേണ്ടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവർ കേട്ടില്ല. കേൾക്കാതെ അനീപത്തെ സ്വത്ത് വാരാൻ വേണ്ടി അവർ കിഞ്ഞുവാനപ്പോ അവർ തായോട്ടേക്ക് വന്നപ്പോഴാണ് പിന്നാലെ ശത്രു വന്ന് അമ്പെഴുതി തുടങ്ങിയത്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിഹിം. നബി അവരോട് പറഞ്ഞു കൊടുക്കണം, ഇത് നിങ്ങളായി തന്നെ വരുത്തി വെച്ച വിനയാണ്. ഉഹുദിന്റെ പരാജയം കാരണം അത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ നമ്മളെ വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിൽ വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് രോഗം വരുമ്പോ ഭക്ഷണം നിയന്ത്രണമില്ലാതെ വാരി കഴിച്ച അവസാനം വല്ലതും വന്നു കഴിഞ്ഞാൽ അതിന് അല്ലാഹ് പൈ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനാരെങ്കിലും പൈ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നല്ല പറയുകയാണ്. അതിനുള്ള ചോയ്സ്, അതിനുള്ള ബുദ്ധി, അതിനുള്ള വിവേക ബുദ്ധി അല്ലാഹു നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖുർആൻ ആയത്തിൽ പലതും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ, റോഡിലേക്ക് ഇറങ്ങി വാഹനം ഓടിക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കണേ, സ്പീഡ് പരമാവധി കുറച്ച് പോകണേ എന്ന് പറയാറുണ്ട് ഇതിന്റെ ആൾക്കാർ. എന്നതുപോലെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വേണ്ടതുപോലെ തോന്നിയതുപോലെ പോയി എവിടെയും കൊണ്ട് ചാർത്തി അവസാനം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വിധിയാണെന്ന് പറയാൻ പറ്റൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി
ശരീരത്തിന് വേണ്ടതായ രൂപത്തിൽ ഒന്നും നോക്കാതെ എല്ലാം വെട്ടിവാരി വീങ്ങി അവസാനം ഇല്ലാത്ത രോഗങ്ങൾ മുഴുവനും വന്നു കഴിഞ്ഞാൽ ഇതും അള്ളാന്റെ വിധിയാണെന്ന് പറയാൻ പറ്റൂല. എല്ലാം അള്ളാന്റെ വിധി എന്ന് പറഞ്ഞ് പറയാൻ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി വേണം, വിധിയെ വിശ്വസിക്കണം. പക്ഷെ ചിലത് നമ്മുടെ കരങ്ങളെ കൊണ്ടാണ് വന്നു പോരുന്നത്. ചില വിഷമങ്ങൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ കരത്തിന്റെ പ്രശ്നം കൊണ്ടാണ് വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആൻ അങ്ങനെ പറഞ്ഞത്. നബിയെ അവരോട് പറയണം, ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ആ പരാജിതരായ സ്വഹാബത്തിനോട് അല്ലാഹു തആല പറയാണ്, നബിയെ അവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം, നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് നിങ്ങളാൽ വരുത്തി വെച്ച വിനയാണ്, ഇത് നിങ്ങളാൽ വരുത്തി വെച്ച പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് അനുഭവിച്ചത്, ഞാനും നിങ്ങളും അനുഭവിച്ചത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമുണ്ട് വിധി പോലെ, അതും അല്ലാഹു പറയുന്നുണ്ട്, മാ സ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു ഖുർആനിലൂടെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, അല്ലാഹുവിന്റെ പരീക്ഷണമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു മുസീബത്തും നിങ്ങളിലേക്ക് എത്തുകയില്ല. അല്ലാഹു കണക്കാക്കിയതല്ലാതെ ഒരു മുസീബത്തും നിങ്ങളിലേക്ക് എത്തുകയില്ല എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയാണ്. അത് അല്ലാഹുവിന്റെ വിധി തന്നെയാണ്. ഉദാഹരണം, പ്രകൃതി ദുരന്തങ്ങള് ചിലത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ചിലത് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടുമാണ്, ചിലത് അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല വീണ്ടും പറഞ്ഞത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ പരീക്ഷണം, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ, അല്ലാഹുവിന്റെ അനുമതി കൂടാതെ നിങ്ങൾക്കൊരു മുസീബത്തും എത്തുകയില്ല. നിങ്ങൾക്ക് എത്തിയത് റബ്ബിന്റെ പരീക്ഷണമായിട്ടാണെന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നമാ യുവഫൗന ഉജൂറകും ബിഗൈരി ഹിസാബ്. വല്ലാതെ ഇന്നമാ യുവഫൗന യുവഫൗന സ്വാബിറൂന ബിഗൈരി ഹിസാബ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള പരീക്ഷണമായിട്ട് വന്ന് അതിനെ ക്ഷമയോടുകൂടി നേരിട്ട് കഴിഞ്ഞാൽ രോഗമായാലും മറ്റുള്ള പ്രയാസമായാലും നമ്മുടെ കാര്യം കൊണ്ടല്ല. ചെറിയ മക്കൾക്ക് രോഗം വരുന്നത്, ക്യാൻസർ വരുന്നത് പണ്ടേതോ ഉസ്താദ് പറഞ്ഞതുപോലെ മുറുക്കിയതിന്റെ പേരിലല്ല, സിഗരറ്റ് വലിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും മദ്യമരുന്നുകൾ ഉപയോഗിച്ചതിന്റെ പേരിലല്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗം വരാറുണ്ട്. ആ രോഗം വരുന്നത് ആ കുഞ്ഞിന്റെ കുഴപ്പം കൊണ്ടല്ല, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ആ കുഞ്ഞിനെ കൊണ്ടും അതുപോലെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കൊണ്ടും റബ്ബിന്റെ പരീക്ഷണമാണ് അതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അപ്പോൾ പരീക്ഷണം, അല്ലാഹുവിന്റെ വിധി, ആ വിധിയിൽ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെയാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആ വിഷയം തന്നെയാണ് ഏകദേശം പറഞ്ഞു വെച്ചത്. അല്ലാഹുവിന്റെ വിധി, അല്ലാഹുവിന്റെ ഖദർ, അല്ലാഹുവിൽ വിശ്വസിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. ചില വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, രോഗമുണ്ടായാലും മറ്റുള്ള വിഷയമുണ്ടായാലും നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിന് പകരം, അല്ലാഹുവിനെ പൈ പറയുന്നതിന് പകരം അതിലെ ക്ഷമയോടുകൂടി കാത്തു നിന്നു കഴിഞ്ഞാൽ അതിലും ഹൈറായത് നിനക്ക് പകരമുണ്ടായിത്തീരുമെന്ന് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അവന്റെ എല്ലാ വിധിവിലക്കുകളെയും അനുസരിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്ന, യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുന്നവരല്ലോ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, നിങ്ങളുടെ പാപം നീ പുറത്തു തരണേ റഹ്മാനെ. ശിഷ്ടകാല ജീവിതത്തിന്റെ ത്വാഅത്തിലാതിന്റെ പൊരുത്തത്തായി യഥാർത്ഥ ഈമാനോടുകൂടി യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. എല്ലാ പരീക്ഷണങ്ങളും നീ കാക്കണേ റഹ്മാനെ. നമ്മുടെ ശരീരത്തിന് നമുക്ക് താങ്ങാൻ പറ്റാത്ത രോഗം കൊണ്ടോ മറ്റുള്ള വല്ല വിഷമം കൊണ്ടോ നിങ്ങൾ ആ രീതി പരീക്ഷിക്കല്ലേ റഹ്മാനെ. എല്ലാ അപകട മേഖലയെ തൊട്ടും നിങ്ങൾ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. എല്ലാവർക്കും നിന്റെ കാവൽ നീ ഏകണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെ നാളെ പരിശുദ്ധമായ ശഅബാനിലേക്കും അതുവഴി റമദാനിലേക്കും ഞങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ. അതിനു മുമ്പ് നമ്മുടെ റൂഹ് നീ പിടിച്ചു കളയണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗികളുണ്ടെങ്കിൽ ആ രോഗം നീ ശിഫ നൽകണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ സദസ്സ് നീ കബൂലാക്കണമേ അല്ലാഹ്. ഉമ്മമാര് സ്ഥിരമായി പങ്കെടുക്കുന്ന സഹോദരിമാർ പങ്കെടുക്കാൻ പറ്റാത്തവർ എല്ലാവർക്കും എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ പാപങ്ങളാണ്, പാപികളാണ്, ദോഷികളാണ്, എല്ലാ ദോഷവും നീ പൊറുത്തു തരണേ അല്ലാഹ്, പൊറുത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ പരിശുദ്ധമായ മക്കത്തുൽ മുകറമയും മദീനത്തുൽ മുനവ്വറയും കാണാതെ അങ്ങനെ കണ്ണു നീ അടപ്പിക്കല്ലേ അല്ലാഹ്, അടപ്പിക്കല്ലേ റഹ്മാനേ. ഒരുപാട് കാലം അവിടെ ചെല്ലാനും ഹബീബിന്റെ ചാരത്തിൽ ചെന്ന് സലാം പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനേ. എല്ലാ പ്രയാസങ്ങളും സാധുക്കളാ നിങ്ങൾക്ക് നീ തീർത്തു തരണേ റഹ്മാനേ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി തരണേ റഹ്മാനേ. എല്ലാ കുതന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ നാലിമീങ്ങളും തൊട്ടും സാഹിര്യങ്ങളെ സിഹിർത്തും അയനിനെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ സംസാരങ്ങളെ സ്വാധീനങ്ങളാക്കണേ അല്ലാഹ്. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന സമയം സാധുക്കളായ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്, കരുണ കാണിക്കണേ റഹ്മാനേ. റൂഹ് ശരീരത്തിൽ പിരിയുന്ന സമയം സാധുക്കളായ ഞങ്ങളോട് നീ കരുണ കാണിക്കണേ റഹ്മാനേ, കരുണ കാണിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികള്, ഭാര്യ സന്താനങ്ങള്, കൂട്ടുകുടുംബങ്ങള്, ഉസ്താദുമാർ, മശായിഖന്മാർ അവർക്ക് നിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്, പ്രദാനം ചെയ്യണേ റഹ്മാനേ. അവസാനം മരിക്കുമ്പോൾ പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൺകുളിർക്ക പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.